എടാ, എനിക്ക് ഒരു കാര്യം നിൻ്റെ അടുത്ത് പറയാനോട്ട്. എന്തുവാ, വല്ല വള്ളി വല്ലതും പിടിച്ചോ? ഏയ്, ഇത് വള്ളിയൊന്നും അല്ല. എനിക്ക് നിനക്ക് അയ്യോ, എന്ത് നാണം വരുന്ന മോന്. പറഞ്ഞേ, കാര്യം പറഞ്ഞേ. അല്ല, എടാ, സപ്പോസ് ഞാൻ ഒരു കാര്യം പറയാം. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത് അത് എൻ്റെ ഫോണിന് മുഴുവാണോ നീ പറയുന്നെങ്കിൽ എൻ്റെ വായൊന്നും കേട്ടിരിക്കുന്നൊന്നും കേൾക്കില്ല. നീ പറയുന്നെങ്കിൽ പറ. അളിയ, നീ ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് എനിക്ക് നിൻ്റെ അനിയത്തെ ഇഷ്ടം. മാരേജ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. പ്ലീസ്, കുറേ നാളായില്ലേ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. പ്ലീസ് ഒന്നും പറയല്ലേ. ദവക്കറിയോ? ഇല്ല, ഞാൻ അവളെ ഇഷ്ടമാണ്. നീയൊന്നും എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കുട്ടിക്കാലം തൊട്ട് ഇഷ്ടമാണ്. അപ്പം നീ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിച്ചിട്ട് അവളെ കല്യാണം കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അല്ലേ? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് ഇച്ചിരി അഭിമാനമുണ്ട്. നീ എൻ്റെ നൻപനാണ്. കാര്യം വന്ന് സംസാരിച്ചു. അതല്ലാതെ ഒളിച്ചോടിപ്പോയില്ല. ഒളിച്ചോടി എന്നല്ല, അത് പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, അവൾക്ക് നിന്നെ ഇഷ്ടമാകണമല്ലോ. ഓക്കെ. അല്ല, അത് അവിടെ ഞാൻ വായ്ത്താളം അടിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അതിനെല്ലാം ഉത്തരം പറഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. എടാ, നീ അവളെ കെട്ടിക്കൊണ്ട് പോയാൽ അവൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് നിനക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ആപ്പ് പരിപാടിയും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മളെ ലൈഫിനെ ഇപ്പം കാണുന്നൊരു ഫാൻറ്റസി ആയിട്ടുള്ള ലോകമല്ല, അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എടാ, സെറ്റാവത്തില്ല. നീ നീ വിചാരിക്കുന്ന ഒരു കംഫർട്ട് സോൺ ആവണമെന്നില്ല. അപ്പം ഞാൻ കേട്ടി അതിനകത്തൊരു എനിക്കൊരു കുഞ്ഞുണ്ട്, അതൊക്കെ കണ്ടിട്ടാണ് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ അത് സെറ്റാവത്തില്ലടാ മോനെ. അല്ലടാ, എടാ ഫ്രാങ്കായിട്ട് പറയാം, എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവളെ നിൻ്റെ മുന്നിൽ തരാൻ താല്പര്യമില്ല. അത്രമാത്രം. തരാനെന്നല്ല, താല്പര്യമില്ല. ഓക്കെ. എടാ, പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ